നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ ഒരു റിയൽ ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ആൻഫീൽഡ് വെച്ച് കണ്ടത്. 10 പേരെ വെച്ചിട്ട് എങ്ങനെ കളിക്കണമെന്ന് ലിവർപൂൾ നമുക്ക് ഒരിക്കൽ കൂടി കാണിച്ചു തന്നു. എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടി സിനിമയിലെ ഒരു ഡയലോഗാണ്. ഡിറ്റർമിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സാറിന് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു കളി കണ്ടാൽ മതി. 2 പ്രാവശ്യം പിറകിൽ പോയിട്ട് 2-2 സമനില പിടിച്ചിട്ടുള്ള ഒരു ബ്രില്യൻ പെർഫോമൻസ് ആണ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ഹാഫിൽ കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ 11ാമത്തെ മിനിറ്റിൽ ഫുള്ളാമാണ് ആദ്യം സ്കോർ ചെയ്യുന്നത്. റോബിൻസന്റെ ഒരു കിടിലം അസിസ്റ്റും ആൻഡ്രിയാസ് പെരേര അത് ഗോളാക്കി കണ്ടു. പക്ഷേ കാര്യങ്ങൾ ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോയത് 17ാം മിനിറ്റിൽ ഹാരി വിൽസനെ റോബർട്ട്സൺ ഫൗൾ ചെയ്യുന്നു. ലാസ്റ്റ് മാൻ ആയിരുന്നു, പുള്ളിക്ക് സ്ട്രെയിറ്റ് റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു. അതോടുകൂടി കളിയുടെ ഡൈനാമിക്സ് ആകെ മാറി മറിഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം സാധാരണ റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കാണാറുള്ളത്? ഒരു അറ്റാക്കിംഗ് പ്ലെയറെ വലിക്കുന്നു, ഒരു ഡിഫെൻസീവ് പ്ലെയറെ ഇടുന്നു, ഒരു ഡിഫെൻസീവ് സെറ്റപ്പിലേക്ക് മൊത്തം ടീം പോകും. എന്നാൽ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ലോട്ടിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. 10 പേരെ വെച്ചിട്ട് സ്ലോട്ടിന്റെ ടീം പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തു, 16ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 4 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നമ്മൾ കണ്ടത്. ജയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ടീമാണിതെന്ന് പറയേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചാൻസുകൾ ഫുള്ളാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അയോബി ആയാലും ഹാരി വിൽസൺ ആയാലും കിട്ടിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഫൈനൽ തേർഡിൽ വളരെ വളരെ മോശപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് ഫുള്ളാമിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. കിട്ടിയ പല ചാൻസുകളും പുറത്തേക്ക് അടിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് അവർ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ലിവർപൂൾ സ്കോർ ചെയ്യുന്നു. ഇവിടെ മോ സലയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോള് ബോക്സിലേക്ക് വരുന്നു. ഫാർ പോസ്റ്റിൽ വെച്ച് ഗാപ്കോയുടെ ഒരു ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡർ 1-1 ലിവർപൂൾ കളിയിലേക്ക് തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന്റെ 11th മാൻ ആൻഫീൽഡിലെ ക്രൗഡ് തന്നെയായിരുന്നു. ക്രൗഡിന്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് അവർ എൻറ്റയർ ടീമിനെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡൊക്കെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു, പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൈലൈനാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. ഇനിയും സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ലിവർപൂൾ ഉണ്ടായിരുന്നു. ലൂയിസ് ഡിയാസിന് ചാൻസ് ഉണ്ടായിരുന്നു, മോ സലക്ക് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നീട് ഫുള്ളാമിന്റെ മറ്റൊരു ഗോൾ വരുന്നു. ഇവിടെയും റോബിൻസന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ്ങിലൂടെ പുള്ളി ബോളുമായിട്ട് മുമ്പോട്ട് പോയി. മുനീസിന് ഈ ഒരു ബോൾ പാസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ജോ ഗോമസിന്റെ കാലിൽ തട്ടിയിട്ടാണ് ഈ ബോൾ ബോക്സിലേക്ക് കയറുന്നത്. അലിസന് അത് തടയാൻ പറ്റിയില്ല. അങ്ങനെ 2-1 ലീഡിലേക്ക് ഫുള്ളാമ് വീണ്ടും എത്തുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നിട്ടുള്ള ന്യൂനസും ജോട്ടയും നെക്സ്റ്റ് ലെവലിലേക്ക് ലിവർപൂളിനെ വീണ്ടും കൊണ്ടുപോകുന്നത്. ജോട്ടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, പുള്ളി കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. ലെനോക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-2 ലിവർപൂൾ വീണ്ടും കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് 3-4 കിഡിലൻ ചാൻസുകൾ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു ഫുള്ളാമിന്റെ സൈഡിൽ നിന്ന്. അവർക്ക് ബോള് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലിവർപൂൾ വീണ്ടും വീണ്ടും ബോക്സിലേക്ക് കയറി വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ഒരുപാട് ഷോട്ടുകൾ റോബിൻസൺ ആയാലും മറ്റ് ഡിഫൻഡേഴ്സ് ആയാലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവർ കളിയിൽ പിടിച്ചു നിന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ലിവർപൂൾ ചിലപ്പോൾ സ്കോർ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. ബ്രില്യൻ പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. എന്നിരുന്നാലും ഈ ഒരു പെർഫോമൻസ് ടീമിന്റെ മൊറാലായാലും ഇനി മുമ്പോട്ടുള്ള മത്സരങ്ങളായാലും നല്ലൊരു ബൂസ്റ്റ് തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.